ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ലോഗോസ് കിസ് 2025 എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും 5-ാം അധ്യായത്തിലെ മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു മന്ന ക്വിസ് ഗൈഡ് ചാനൽ. അൻപത് ചോദ്യങ്ങളാണ് ഈ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കടക്കുന്നതിന് മുൻപായി എഫേസോസിൻ്റെ 4-ാം അധ്യായത്തിലെ മോക്ക് ടെസ്റ്റ് വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന മാർക്കുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഭാഗം കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാവുന്നതാണ്. നമ്മുടെ വീഡിയോ തയ്യാറാക്കുന്ന സമയത്തുള്ള കമൻറ്റിൽ നിന്നുമുള്ള മാർക്കുകൾ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കമൻറ്റ് ബോക്സിൽ വന്ന മാർക്കുകളിലേക്ക് 35 മാർക്ക് ലഭിച്ചത് നിയ, 34 മാർക്ക് ലഭിച്ചത് റീനാമ ജോർജ്, ഷീന ജോർജ്, മേഴ്സി ജോസഫ്, ട്രീസാമ തോമസ്, എൽസി സാംസൺ, സിസ്റ്റർ മേരി ജോസ് കുരിശിങ്കൽ, സോണി ഷിജു, റാണി ടി ചാക്കോ, ലീന റോയ്. 33 മാർക്ക് ലഭിച്ചത് തങ്കമ്മ ഗബ്രിയേൽ, റാണി ഡൊമിനിക്, സാബു, അൽഫോൺസ് ജോർജ്, മിനി ജോബ്, അൽഫോൺസ ജോസ്. 32 മാർക്ക് ലഭിച്ചത് ജെസി. 31 മാർക്ക് ലഭിച്ചത് ആനി ആൻ്റണി. 30 മാർക്ക് ലഭിച്ചത് മോളി ജോസ്, അലൻ ഷിബു, മോളി മണി, ജെസി വിൻസൺ, ലീലാമ തോമസ്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. നമുക്കിനി ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം. ചോദ്യം 1. ആരെ പോലെ ദൈവത്തെ അനുകരിക്കാനാണ് പൗലോസ് എഫേസോസുകാരെ ഉപദേശിക്കുന്നത്? ഉത്തരം വത്സല മക്കളെ പോലെ. ചോദ്യം 2. എന്തിനുള്ള ആഹ്വാനമാണ് എഫേസോസ് 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ പൗലോസ് നൽകുന്നത്? ഉത്തരം സ്നേഹത്തിൽ ജീവിക്കാനുള്ള ആഹ്വാനം. ചോദ്യം 3. പൂരിപ്പിക്കുക. ഡാഷ് നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. ഉത്തരം ക്രിസ്തു. ചോദ്യം 4. സ്നേഹത്തിൽ ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന പൗലോസ് അതിന് മാതൃകയാക്കുന്നത് ആരെയാണ്? ഉത്തരം ക്രിസ്തുവിനെ. ചോദ്യം 5. ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എന്തായിട്ടാണ്? ഉത്തരം സുരഭില കാഴ്ചയും ബലിയുമായി. ചോദ്യം 6. എഫേസോസ് 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വർജിക്കേണ്ടതായി പറയുന്ന തിന്മകൾ ഏതെല്ലാമാണ്? ഉത്തരം വ്യഭിചാരം, അശുദ്ധി, അത്യാഗ്രഹം. ചോദ്യം 7. ആർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കാനാണ് പൗലോസ് ആവശ്യപ്പെടുന്നത്? ഉത്തരം വിശുദ്ധർക്ക്. ചോദ്യം 8. നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ് പറയുന്നവ എന്തെല്ലാമാണ്? ഉത്തരം മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും.
ചോദ്യം 9. നമുക്ക് ഉചിതമായിട്ടുള്ളത് എന്താണ്? ഉത്തരം കൃതജ്ഞതാ സ്തോത്രം. ചോദ്യം 10. കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത് എപ്രകാരമാണ്? ഉത്തരം ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ. ചോദ്യം 11. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ആരുടെ രാജ്യത്തിൽ അവകാശമില്ലാത്തവർ ആണ്? ഉത്തരം ഓപ്ഷൻ സി, ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും. ചോദ്യം 12. ദൈവത്തിന്റെ ക്രോധം ആരുടെ മേലാണ് നിബദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, അനുസരണമില്ലാത്തവർ. ചോദ്യം 13. ദൈവം അനിഷ്ടപ്പെടുന്നത് ആരുമായാണ് ബന്ധം പുലർത്തുന്നത്? ഉത്തരം ഓപ്ഷൻ എ, അനുസരണമില്ലാത്തവർ. ചോദ്യം 14. മുമ്പ് നിങ്ങൾ എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, അന്ധകാരം. ചോദ്യം 15. എന്തിന്റെ ഫലം സകല തിന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി, പ്രകാശത്തിന്റെ. ചോദ്യം 16. ആരുടെ പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ. ഉത്തരം ഓപ്ഷൻ സി, കർത്താവിന്. ചോദ്യം 17. അന്ധകാരത്തിന്റെ പ്രവർത്തികളോട് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം? ഉത്തരം ഓപ്ഷൻ ബി, കുറ്റപ്പെടുത്തുക. ചോദ്യം 18. രഹസ്യമായി ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, ലജ്ജാജനകമായ. ചോദ്യം 19. പൂരിപ്പിക്കുക. ഇങ്ങനെ ഡാഷ് പ്രകാശമാണ്. ഉത്തരം ഓപ്ഷൻ സി, പ്രക്ഷോഭിക്കുന്നതെല്ലാം. ചോദ്യം 20. ക്രിസ്തു എന്തിന്റെ മേൽ പ്രകാശിപ്പിക്കും? ഉത്തരം ഓപ്ഷൻ ഡി, നിന്റെ മേൽ. ചോദ്യം 21. നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ എങ്ങനെ ജീവിക്കാൻ ശ്രദ്ധിക്കണം? ഉത്തരം ഓപ്ഷൻ ബി, വിവേകികളെ പോലെ. ചോദ്യം 22. തിന്മയുടെ ദിനങ്ങളിൽ നിങ്ങൾ എന്തു ചെയ്യണം? ഉത്തരം ഓപ്ഷൻ ബി, പ്രയോജനപ്പെടുത്തുവിൻ. ചോദ്യം 23. ഭോഷന്മാരാകാതെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഉത്തരം ഓപ്ഷൻ സി, അഭിഷ്ടം. ചോദ്യം 24. വീഞ്ഞു കുടിക്കുന്നത് എന്തിലേക്ക് നയിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ദുരാസക്തിയിലേക്ക്. ചോദ്യം 25. ആത്മാവിനാൽ നമ്മൾ എങ്ങനെയാകണം?
ഉത്തരം ഓപ്ഷൻ ബി പൂരിതരാകുവിൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപായി ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം. ചോദ്യം 26. ഗാനാലാപങ്ങളാൽ കർത്താവിനെ എങ്ങനെ പ്രകീർത്തിക്കണം? ഉത്തരം ഓപ്ഷൻ സി പൂർണ്ണ ഹൃദയത്തോടെ. ചോദ്യം 27. പൂരിപ്പിക്കുക. ക്രിസ്തു ഡാഷ് സ്നേഹിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി സഭയെ. ചോദ്യം 28. ജലം കൊണ്ട് കഴുകി എന്താൽ വെണ്മയുള്ളതാക്കി? ഉത്തരം ഓപ്ഷൻ ബി വചനത്താൽ. ചോദ്യം 29. പൂരിപ്പിക്കുക. അവളെ ഡാഷ് ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി. ഉത്തരം ഓപ്ഷൻ എ കറയോ. ചോദ്യം 30. ഭാര്യയെ സ്നേഹിക്കുന്നവൻ ആരെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി തന്നെ തന്നെ. ചോദ്യം 31. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ എങ്ങനെ പരിപാലിക്കുകയും ചെയ്തു? ഉത്തരം ഓപ്ഷൻ സി പരിപോഷിപ്പിച്ച്. ചോദ്യം 32. എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ബി പിതാവായ ദൈവത്തിന്. ചോദ്യം 33. പിതാവായ ദൈവത്തിന് ഹൃദയം അർപ്പിക്കേണ്ടത് ആരുടെ നാമത്തിലാണ്? ഉത്തരം ഓപ്ഷൻ സി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ. ചോദ്യം 34. പരസ്പരം വിധേയർ ആയിരിക്കേണ്ടത് ആരോടുള്ള ബഹുമാനത്തെ പ്രതിയാണ്? ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തുവിനോട്. ചോദ്യം 35. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി എന്തു ചെയ്യാനാണ് പൗലോസ് ഉപദേശിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ പരസ്പര വിധേയരാകാൻ. ചോദ്യം 36. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയർ ആയിരിക്കേണ്ടത് എപ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ സി കർത്താവിനെന്ന പോലെ. ചോദ്യം 37. ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം ഓപ്ഷൻ എ സഭ. ചോദ്യം 38. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണെങ്കിൽ അതിൻ്റെ ശിരസ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ക്രിസ്തു. ചോദ്യം 39. ഭാര്യയുടെ ശിരസ് ആര്? ഉത്തരം ഓപ്ഷൻ ബി ഭർത്താവ്. ചോദ്യം 40. സഭയാകുന്ന ശരീരത്തിന് രക്ഷകനാര്? ഉത്തരം ഓപ്ഷൻ ഡി ക്രിസ്തു.
ചോദ്യം 41. ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയമായിരിക്കേണ്ടത് ഇപ്രകാരമാണ്. ഉത്തരം ഓപ്ഷൻ ബി, സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ. ചോദ്യം 42. അവിവേകികളെ പോലെ ആകാതെ എങ്ങനെ ജീവിക്കാൻ ശ്രദ്ധിക്കാനാണ് പൗലോസ് ആഹ്വാനം ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി, വിവേകികളെ പോലെ. ചോദ്യം 43. എന്തെന്നാൽ നാം ആരുടെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്? ഉത്തരം ഓപ്ഷൻ സി, ക്രിസ്തുവിൻ്റെ. ചോദ്യം 44. പുരുഷൻ ആരെ വിട്ടാണ് ഭാര്യയോട് ചേർക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, മാതാപിതാക്കളെ. ചോദ്യം 45. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തി എന്താണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, വലിയ രഹസ്യം. ചോദ്യം 46. ഭാര്യ ഭർത്താവിനെ എന്തു ചെയ്യണം? ഉത്തരം ഓപ്ഷൻ ഡി, ബഹുമാനിക്കണം. ചോദ്യം 47. എന്തുകൊണ്ടാണ് പരസ്പരം സംഭാഷണം ചെയ്യേണ്ടത്? ഉത്തരം ഓപ്ഷൻ സി, ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും. ചോദ്യം 48. ആരും എന്തുകൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ? ഉത്തരം ഓപ്ഷൻ ബി, അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട്. ചോദ്യം 49. ഭർത്താക്കന്മാർ ഭാര്യമാരെ എങ്ങനെ സ്നേഹിക്കണം? ഉത്തരം ഓപ്ഷൻ സി, സ്വന്തം ശരീരത്തെ പോലെ. ചോദ്യം 50. പൂരിപ്പിക്കുക. ഡാഷ് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി, ഇന്ന്. അപ്പോൾ എത്ര മാർക്കാണ് എല്ലാവർക്കും ലഭിച്ചത്? ഏതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയിരുന്നോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ.